വയസ്സായ കാലത്ത് എനിക്ക് അരയ്ക്കാനും വിലയെന്ന് പറയാം. ആർക്ക് വയസ്സായി? എനിക്ക് വയസ്സായ. നിങ്ങൾക്ക് വയസ്സായാ? പിന്നെ ഞാൻ ചെറുപ്പക്കാരിയാ. നിങ്ങക്ക് വയസ്സായെന്ന് ആര് പറഞ്ഞു? ഞാൻ ചെറുപ്പക്കാരിയാണ്. ഓ ചെറുപ്പക്കാരിയല്ലേ? ഓ പയനെ. ഓ ചെറുപ്പക്കാരി. 10-30 വയസ്സല്ലേ ആയുള്ളൂ? 30 വയസ്സ്. കൊച്ചു പെണ്ണ്. കൊച്ചു പെണ്ണ്. നിങ്ങളെ സൗന്ദര്യം കണ്ടില്ലേ? കണ്ണിലൊക്കെ നല്ല കണ്ണിലേക്ക് ആ ചെറുക്കൻ പറഞ്ഞ് ചോപ്പൊന്നുമല്ല, ചോപ്പൊന്നുമല്ല, നല്ല മാൻമിഴി കളർ കണ്ട, മാൻമിഴി പേട, നല്ല നല്ല സുന്ദരമായ കണ്ണ്. സുന്ദരം. അരക്കണെന്തിന്? അരക്കണം വെക്കണ നമ്മളിപ്പോ സൗന്ദര്യത്തിന്റെ കാര്യമല്ലേ പറയണ. അതിനിപ്പോ അരപ്പിലും വെപ്പിലും പോണെന്തിന്? ഏത് നേരവും തീറ്റയും കുടിയും ഉറക്കവും തന്നെ. ഓഹ് എന്റെ പൊന്നോ. ചീത്ത പറഞ്ഞാലേ ചീത്ത പറയണോന്നാ? എന്റെ അമ്മ ആരാ ചീത്ത പറയണം? എന്തരി ആരെ ചീത്ത പറയണം? നമ്മള് തനിയെ പറയണം. നിങ്ങൾ തനിയെ ചീത്ത പറയണം? തനിയെ പറയണം. തനിയെ ചീത്ത പറഞ്ഞാലേ പറ്റുള്ളൂ. അതായത് തനിയെ എല്ലാരും ചീത്ത പറയണം. അതുകൊണ്ടാണ് എന്നെ ചീത്ത പറയണ? അത് ഞാൻ ചീത്ത പറയണം. അല്ല എന്നെ ചീത്ത പറയണ ആവശ്യം തിന്നാൻ തരണോണ്ടാ? നിങ്ങൾക്കൊന്നുമില്ല. നമ്മക്ക് ചീത്ത പറഞ്ഞാലും ബഹളം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെയാണോ? അതായത് നിങ്ങൾ എപ്പോഴും ബഹളം ഉണ്ടാക്കണം, ഞാൻ ബഹളം ഉണ്ടാക്കാൻ പാടില്ല അല്ലേ? അമ്മയാണെങ്കിൽ അമ്മ അല്ലമ്മ, ഞാൻ ബഹളം ഉണ്ടാക്കാൻ പാടില്ല അല്ലേ? നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാം. അത് അമ്മ ഉണ്ടെങ്കിൽ അമ്മയുടെ ആവാം, ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ. ഓഹ് എന്റെ പൊന്നോ, സമ്മതിച്ച് ശോഭനയെ സമ്മതിച്ച്. ഇതെന്ത് കുടിച്ചിട്ടും നിങ്ങൾ ചോദിക്കണം വിചാരിച്ചാണ്. രാത്രി കുളിക്കലേ? ഇല്ല രാത്രി കുളിക്കൂല. നിങ്ങൾക്കേ ഞാൻ പിടിയുള്ള ഇതുപോലത്തെ ഒരു കപ്പ് തരട്ടാ? കപ്പ് ഇനി കപ്പ് വാങ്ങി കൊണ്ടുപോയ കപ്പ് കൊണ്ടുപോണില്ല. എല്ലാരും പറയണ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കപ്പ് തരാൻ. തന്നെന്ന് എല്ലാരും പറയണ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കപ്പ്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. പറഞ്ഞ ആരൊക്കെ പറഞ്ഞു? ആരൊക്കെ പറഞ്ഞെങ്കിൽ അവന്റെ വായിക്കാത്തിരിക്കുന്നു. ഞാൻ ഈ കപ്പല് വെച്ചേ കുടിക്കോളൂ. തന്നെ? അതറിഞ്ഞാ മതി. ഞാൻ ഇത് തേച്ച് വെച്ച് ഇത് വെച്ച് കുടിക്കും. അങ്ങോട്ട് വയ്ക്കും. കപ്പ് കയ്യിൽ വെച്ചിരിക്കണെന്തിന്? പിന്നെ തേച്ച് കഴിവാ. ഞാനും നാട്ടിൽ ഇവിടെ വെച്ചിരിക്കുന്നേ ഉള്ളു, പിന്നെ തേച്ച് കഴിവാ. ഇത് വെച്ച് കുടിക്കും. അതറിഞ്ഞാ മതി. വേറെ കപ്പൊന്നും എനിക്ക് വേണ്ട. എനിക്ക് പാമ്പത്താറ് കപ്പ ഇതൊരു ഗ്ലാസ് മാത്രം കഞ്ഞി കഴിച്ചു. ചമ്പലത്തിൽ തേച്ച് കഴിച്ചു. അപ്പോഴാച്ചും തേച്ച് ഇവിടെ വായിച്ച മറ്റാ. എന്തിന് എന്തിന് കുടിക്കാൻ? അതിപ്പോ ഇവിടുന്ന് പായസത്തിന്റെ ഒരു കുതി. ഒന്ന് മണം ഇന്ന് മണം വന്നാ? എവിടുന്ന്? ഇവിടുന്നാ? ഈ അടുക്കളയെന്ന്. ഇവിടുന്നാ? ഇവിടെ വച്ചില്ല. ഇന്ന് മണം ഞാൻ വച്ചില്ല. എനിക്ക് എണീറ്റിരിക്കാൻ ആവതിലൊന്നാ. എനിക്ക് വായിക്ക് രുചി പോലും ഇല്ല. അത് ഞാൻ പായസം വയ്ക്കൂ? ചോറ് വെച്ച് എനിക്കെന്ന് വയ്യങ്ങളെ പോയാണ്. വയ്യ, വായിക്ക് രുചിയില്ല. പനി നനക്കാരെ ഇത്തിരി ആവുമെങ്കിൽ ഇനി തറനിക്കില്ല. ഇനി എത്ര തീരെ നിന്റെ വിളിച്ചു പറഞ്ഞു. പിന്നെ കുളിക്കലേ രാത്രി കുളിക്കലേ, രാത്രി ചായ കുളിക്കാൻ പോവല്ലേ ഒന്നും പറഞ്ഞിട്ടില്ലേ? നീ കേക്കാവോ? നീ പോവും.
വീട്ടിൽ നിന്ന് കുളിക്കാം. വീട്ടിലെ വെള്ളമാകുമ്പോ തണുത്ത വെള്ളമാണ്. പൈപ്പിലെ വെള്ളമാണെങ്കിൽ ചൂടാണ്. ഇതിപ്പോ തണുത്താണ്. കിണറ്റിലെ വെള്ളം. ആ അതുവരെ ഇനി കുളിക്കൂലേ. അത് കുളിച്ചോണ്ടിരിക്കണല്ലേ. അതുകൊണ്ടല്ലേ ഇന്ന് ഉച്ചക്ക് കുളിച്ച. ഉച്ചക്ക് ചൂടോടെ കുളിച്ചാ വൈകുന്നേരം കുളിക്കല്ലേ. ഇല്ല, വൈകുന്നേരം വളക്കത്തിനും എല്ലാം വേണം. നീ വൈകുന്നേരം കുളിക്കാൻ ചേരും. ഇവരെ പായസം വെച്ചാണ്. എനിക്കൊന്നും വയ്യ. ഇവരെ പായസം വെച്ചാ. എനിക്ക് വയ്യ. ഇവരെ പായസം വെച്ചാണ്. നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ല. ഇങ്ങനെ ഇരുന്നോണ്ട് പായസം വെച്ചാണേന്ന് വിളിച്ചാൽ മതി. ഈ പായസം വെക്കണേനുള്ള ചെലവ് എന്തൊക്കെയെന്നറിയോ? എങ്ങനെയാണ് വെക്കണേന്നറിയോ? എങ്ങനെയാണ് വെക്കണ? അരി വേണം, അതിന് ചവ്വരി വേണം, അണ്ടിപ്പരിപ്പ് വേണം, ഏലക്കാണം, മുന്തിരിങ്ങ പഴം വേണം. ശരി, ഭയങ്കര. ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് വച്ച് കുടിച്ചാ പോരെ. ഞാൻ വയ്ക്കൂല. ഞാൻ പോയ നാളാണ്. ജോലി ചെയ്തൂടെ? പോയ നാളില് ജോലി ചെയ്തൂടാ? ഒന്ന് ചെയ്താ കുലിക്കാത്ത പോകുമ്പം പിന്നെ നന്നായിരിക്കും തന്നെ. ആ അയ്യോ, ജോലി ചെയ്താ കുഴിക്കാത്ത പോകുമ്പോ പ്രശ്നമാവോ? പിന്നെ ജോലി ചെയ്താ നന്നായിരിക്കും. കുലിക്കട്ടോ അവര് അല്ലേ? ആ എന്റെ ഭഗവാനെ, തന്നെ അങ്ങനെയുണ്ടാ? അങ്ങനെ ഇല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. നീ ഇപ്പൊ പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ ജോലിയൊന്നും ചെയ്യില്ല. ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നും കുടിക്കാതെ ഇന്ന് നേരം എടുത്തിട്ട് എന്റെ ഇവിടെ നിന്ന് ഇടിയപ്പോ മുട്ട കറിയിട്ടുന്നു ചായയും കുടിച്ചും കൊണ്ട് ഞാൻ അവിടെ ചെന്നിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന എന്താ വീട്ടിൽ വല്ലതും ഉണ്ടാ? വീട്ടിൽ ഒന്നുമില്ല. കഞ്ഞിയെ ഒന്ന് ചോറൊന്നുമില്ല. ഇവിടെ ഉണ്ടല്ലോ, ചോദിക്കാതെന്ത്? ഞാൻ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ, എന്ത് വേണ്ടേ? ഇവിടുന്ന് വേണ്ടേ? ഞാൻ തന്നില്ലേ. ഉച്ചക്ക് തന്നെ നിങ്ങൾ തിന്നോ? ഞാൻ ചോറ് തിന്നും. ഉച്ചക്കാ? കഞ്ഞി കുടിക്കും. എന്ന്? കഞ്ഞിയൊക്കെ കഞ്ഞി കുടിക്കും. എന്നോട്ട്? ഇന്നോട്ടാ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ചോദിക്കാത്ത എന്തായിരുന്നു കഞ്ഞി വേണോന്ന്? ഞാൻ ചോദിച്ചില്ല. കഞ്ഞി വേണമെങ്കിൽ ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചില്ല. ഞാൻ അറിഞ്ഞില്ലല്ല. ഞാൻ ചോദിച്ചില്ല. ചോദിക്കൂല. അറിഞ്ഞു തരണം അല്ലേ? അറിഞ്ഞു തരണം രാജ്ഞിക്ക്. പണ്ടാരം. ഞാൻ അറിഞ്ഞില്ലല്ല. അമ്മ, നിങ്ങക്കേ ഈ പായസം എങ്ങനെ വെക്കണേ ഞാൻ മറന്നുപോയി, ഓർമ്മയില്ല. ഒന്നുകൂടെ പറഞ്ഞ. പായസം എങ്ങനെ? അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരിങ്ങ പഴം വേണം, ഏലക്ക വേണം, പിന്നെ ചവ്വരി വേണം, പിന്നെ നെയ്യ് വേണം, പിന്നെ ശർക്കര വേണം, പിന്നെ അരി വേണം. അരി വേണോ? അരി വേണം. അത് അരിപ്പായസത്തിന്. ഇനി അല്ല കടലപ്പായസം, അടപ്പായസം വയ്ക്കാൻ? അത് തന്നെ വയ്ക്കാൻ തന്നെ. കൊള്ളാലോ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വച്ച് തിന്നാ പോരെ. പൂയനാളിന് പായസം വെച്ചുകൂടാ? ഈ പൂയനാളിന് പായസം വെച്ചുകൂടാ? ജോലി ചെയ്തുകൂടാ? ഒന്നും ചെയ്തുകൂടാ. ജോലി ചെയ്തുകൂടാ? ഒന്നും ചെയ്തുകൂടാ. ചെയ്താ കുഴിക്കാത്ത പോകുമ്പം പിന്നെ നന്നായി. ഉച്ചഎന്താ കുഴിക്കാത്ത പോകുമ്പോ നന്നായിരിക്കും. അങ്ങനെ ഇത് ആര് പറഞ്ഞു തന്നാ? ഇത് പറഞ്ഞു തന്നാര്? അറിയാം, തന്നെ പറഞ്ഞത്. കുഴിയിൽ നേരത്തെ പോയവര് പറഞ്ഞു. ഒന്നും ചെയ്തുകൂടാ, ഒന്നും വെച്ചിട്ട് വന്നു. കുടിക്കാതെ ഇരുന്നാലും നമ്മളെ നേരത്തെ കുഴിയിൽ പോയവരാണോ പറഞ്ഞ? ഇവരെങ്ങനെ കണ്ടുപിടിച്ച? അല്ല അമ്മ, നേരത്തെ കുഴി പോയല്ല, ഈ പോയവരെങ്ങനെ കണ്ടുപിടിച്ച? അവരൊക്കെ കുറ്റികളൊക്കെ അവര് വരുമോ? വീട്ടിൽ വരുമോ? വന്നിട്ട് എന്തെന്ന് പറയും? നമ്മളുടെ ഭർത്താനം പറഞ്ഞാണ്ട് വെറുതെ അല്ല, രാത്രി കാര്യം പറയണ. ഇത് തന്നെ കഥ. നേരത്തെ കുഴി പോയവരൊക്കെ വന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊന്നു ശോഭനെ, റെയർ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ.
നീ ഇച്ചിരി പായസം അയ്യാനെ, എനിക്ക് വയ്യ. ഇച്ചിരി പായസം അയ്യാനെ. എന്നെ കൊണ്ടുപോയി പോയെന്നെ. പോന്നെ. അപ്പൊ നിന്റെ ഭർത്താവിനെ കുടിക്കലി. ഭർത്താവിന് കുടിക്കണമെങ്കിൽ ഭർത്താവ് കടയിൽ പോയി വാങ്ങിച്ചു കുടിച്ചോളൂ. കടയില് കിട്ടുവോ? ഓ, നീ നിനക്കും കുടിക്കലി. എനിക്ക് വായിക്ക് രുചിയില്ല, എനിക്ക് പായസം വേണ്ട. വാ പോനെ. പായസം അയ്യോണേ, ജയിച്ചു പോയി പായസം വൈ. ഏത് പായസം കുടിക്കാ ഇപ്പൊ കൊതി? അട വൈ. അട വെക്കാനാ? അടപ്പായസത്തിന് ഇപ്പൊ ഇനിയിപ്പോ സാധനം വാങ്ങാൻ പോണ്ടേ? എന്തൊരു സാധനം? അടപ്പായസം വെക്കാം, അട വേണം. ശരി, കടല വെക്കാനാണെങ്കിലും കടല വേണ്ടേ? ഈ സാധനം ഇവിടെ ഒന്നുമില്ല, ഒരു വകയും ഇല്ല. അരിയിലുള്ള പായസമായി. അരിയിലുള്ള പായസം വെക്കാനാണെങ്കിൽ അരി തീർന്നു, ഇന്ന് വൈകുന്നേരം അരി വാങ്ങിച്ചാലേ ഉള്ളൂ. അയ്യോ, വിലക്കിന് ശേഷോ? അത് ആര് പോവല്ലെന്ന് പറഞ്ഞാ? അത് പോറ്റിയാ? അവിടെ കയറ് കയറ്റിക്കൊണ്ടിരുന്നു. നമുക്ക് ഒരു ദിവസം പോണ്ടേ അമ്പലത്തില്? ഞാൻ പോവില്ല. ഞാൻ കൊണ്ടുപോവാ. ആൾ കൂടെ വരണമെങ്കിൽ അവരൊന്നും പറയില്ല. അമ്മ, അമ്പലത്തിൽ കയറല് എന്ന് പറയാൻ ആർക്കും അധികാരമില്ല കേട്ടാ. അമ്പലത്തില് ദൈവത്തെ കാണാൻ പോവാൻ അത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം പോലെയാണ്. അല്ലാണ്ട് ഒരാള് നിന്റെ ഈ അമ്പലത്തിൽ കയറരുതെന്ന് പറഞ്ഞു നിന്നിട്ട് നീ നിന്റെ പോടാ നിന്റെ പാട്ടിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ കയറണം. നിങ്ങളോട് ഒരാൾ അമ്പലത്തിൽ പോണ്ടെന്ന് പറഞ്ഞ് വിലക്കിന്നും പറഞ്ഞിട്ട് നിങ്ങൾ പോവാതിരിക്കേണ്ട ആവശ്യം എന്ത്? നിങ്ങൾക്ക് അമ്പലത്തിൽ പോണോന്നുണ്ടാ? അപ്പൊ ഞാൻ ഇനി പോകുമ്പോ ഞാൻ കൊണ്ടുപോകാം കേട്ടാ. ആൾക്കൂടെ വന്നാ ഒന്നും ചെയ്യും, അല്ലെങ്കിൽ ആരെന്തിനു ചെയ്യാൻ? കൂടെ ഇല്ലെങ്കിൽ നമുക്ക് പേടി. പേടിക്കണെന്തിന്? പേടിക്കണേ വലിയ വീട്ടാണ് ഇത് നടത്തിയത്. ഫിക്സ് വന്നതാ? അത് നിങ്ങൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ്. അമ്പലത്തിൽ കയറിയ ഫിക്സ് വരുമെന്ന് നിങ്ങൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേടി വന്നത്. പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇനി പോകുമ്പോ കൂടെ കൊണ്ടുപോവാം. ഞാൻ ബാലൻസിനൊക്കെ എന്നെ കാണുമ്പോ ചിരിക്കുവായിരുന്നു. ഉറക്കപ്പറ. അവൻ ചിരിക്കുവായിരുന്നു. ഇപ്പൊ അവനെ അതിനിപ്പോ നിങ്ങൾ വെളിയിൽ പോണില്ല. ഞാൻ പോവില്ല. നിങ്ങളിപ്പോ അതിനോടും പോണില്ലല്ലോ. അവന്റെ അവിടെ വായ ഓടിക്കാൻ പോവില്ല. പോയാലല്ലേ ചിരിക്കുള്ളൂ. ഇവന്റെ കൂടെ വായ ഓടിക്കാൻ ഞാൻ പോവില്ല. നീ പായസമയ്യാണേ, ഇനി പായസമായി. പെട്ടെന്ന് വെച്ചോണ്ട് വരട്ടാ. ഇരിക്കോ ഇവിടെ? അപ്പൊ നിങ്ങൾ അടുത്ത കഥ പറ, അപ്പോഴത്തേക്ക് ഞാൻ പായസം വെച്ചോണ്ട് വരാം. ഇനി പായസമായി. ചക്കേര കഥ പറ. ചക്കാറക്കല്ലേ? അഞ്ചാറ് ചക്കാർത്ത് അതെല്ലാം. ഒരു കഥ പറ, കഥ പറഞ്ഞാ പായസം വെച്ചു തരാം. എന്തരീ ഒന്നുമല്ലാതെ അവര് വരഞ്ഞു. അവര് കെങ്കൂര് കൊടുക്കായിരുന്നു ആ ചക്ക. ചക്കാടത്തില്ല, ഒന്നുമില്ല. ചക്കാടക്കാള രാവിലെ ചക്കാട നിർത്തിക്കൂല. ചക്കാടത്തെ ചക്കാടത്ത് എറിയെങ്കിൽ ചക്കാടത്ത് വെച്ചാലേ പറ്റുള്ളൂ. ചക്കാടൊക്കെ എങ്കിൽ ഈ അവരാവിലെ രണ്ട് മൂന്നെണ്ണം പെട്ടെന്ന് പായസം വെച്ചാ. ആർക്ക് പായസം വെച്ചാ? അത് ഞാൻ വെച്ച് പൊടി. ആർക്ക് പായസം വെച്ചാ? ഞാൻ വെറുതെ വെച്ചാ. എനിക്കൊന്നും മനസ്സിലാവണില്ല. അവധി അടി വലിച്ചൊക്കെ കൊടുക്കാൻ മറ്റമ്മ ഒക്കൂലല്ലോ. ആർക്ക്? അമ്മക്ക്. അമ്മ വരുമ്പോ വെച്ചു കൊടുക്കാം. തേങ്ങട്ടാ?
അത് തന്നെ ഇങ്ങനെ ഇരിക്കണ. നിങ്ങള് തേങ്ങ ഇടൂലേ? ഞാൻ തേങ്ങ എന്റെ കൂട്ടാ പായസത്തിലാണ്. ഇടൂലേ? നമ്മള് തേങ്ങ നുരുന്നുര അരിഞ്ഞ് നെയ്യില് വറുത്തെടുത്തിട്ട്. രുചിയില്ലേ തേങ്ങ? ഞാൻ തേങ്ങ അങ്ങനെ ഇട്ടില്ല. രുചിയില്ലേ തേങ്ങ? രുചിയില്ലേ? പായസം കൊള്ളാമോ? നല്ല രുചി. ഇത് എത്ര കിട്ടാൻ പറ്റിയ ശർക്കര? ഒരു കവറ് അടയ്ക്ക് 3 ശർക്കര എടുത്ത്, അതായത് 1/2 കിലോ വരും. 1/2 കിലോ ശർക്കര. 1/2 കിലോ ശർക്കര നല്ല രുചിയുണ്ട്. ഉണ്ടാ? അല്ലെങ്കിൽ പിന്നെ രുചിയില്ലാത്ത എല്ലാരും എനിക്ക് രുചി തന്നെ. രുചി തന്നെ ഞാൻ കൂട്ടും. വന്ന് പറയല്ല. അമ്മയ്ക്കാണ് കുറ്റം. അവര് പാടുപോലെ കുറച്ച് അവരൊക്കെയാണ് അതിനും അത് ഞാൻ വ്യാപിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് എനിക്ക് കേൾക്കൂലെന്ന് പറഞ്ഞു. എവിടെ തിന്നോളാൻ പറഞ്ഞു. ഞാൻ വ്യാപിക്കില്ല അമ്മ, നിങ്ങൾക്ക് ഞാൻ വ്യാപിച്ചാ പറ്റില്ലാന്നു മാറി. ഞാൻ കുടിക്കണില്ലെന്ന് ചോദിച്ചില്ലല്ലോ. നീ കുടിയില്ലേ? ഞാൻ പിന്നെ കുടിക്കാം. ഞാൻ നിങ്ങൾക്കൊക്കെ തന്നിട്ടല്ലേ ഞാൻ കുടിക്കുള്ളൂ. കൊച്ചു വരാറായി. നീ കുടിയില്ലേ? പിന്നെ കുടിക്കാം. കൊച്ചു വന്നില്ലല്ലോ. കൊച്ചൊക്കെ വന്ന് കൊച്ചിനൊക്കെ കൊടുത്തിട്ട് കുടിക്കാം. രാത്രിയാ? ഇല്ല, ഇപ്പൊ കൊച്ചു വരുമല്ല. നന്ദ ഇപ്പൊ വരുമല്ല. നന്ദ വന്ന് നന്ദനും കൂടെ കൊടുത്തിട്ട് കുടിക്കാന്ന്. നീ അന്നേരം കുടിക്കണ? നീ വെച്ച് വെച്ച് കുടിച്ചില്ലേ? ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടേ കുടിക്കുള്ളൂ. നീ വിടാതിരിക്കണ? അവനെ നിങ്ങളെ മോന് കൊടുത്തില്ല, നന്ദന് കൊടുത്തില്ല, കുഞ്ഞിക്ക് കൊടുത്തില്ല. ഇവർക്ക് കൊടുത്തിട്ടേ ഞാൻ കുടിക്കുള്ളൂ. ഇല്ല, ഞാൻ അവർക്ക് കൊടുത്തിട്ടേ തിന്നോളൂ. പിന്നെന്ത് ചെയ്യും? ഞാൻ നിനക്ക് ഇതൊക്കെ പറയണമ്മ. പായസം കുടിച്ചപ്പോ ബോധം പോയാ? നിനക്ക് എനിക്ക് വിശക്കുമ്പോ ഞാൻ തിന്നു. ഇതിനകത്ത് വെച്ച മണമാണ് വന്നത്, മനസ്സിലായ? ഇതിപ്പോ നിനക്ക് നീനൊക്കെ സമയം കിട്ടുമോ? അതൊക്കെ സമയം കണ്ടുപിടിക്കും. നിനക്ക് സമയം കണ്ടുപിടിക്കണം. സമയം കണ്ടുപിടിക്കണം. തീന്നാ? എല്ലാ പെണ്ണുങ്ങൾ വെച്ച് കൊടുത്തെങ്കിൽ വീട്ട് സന്തോഷമായിട്ട് പോകുമായിരുന്നു. അത് മരുവൊക്കെ ഇത് കഴിക്കുവാലോ. ഇനി വേണോ? ഇനി അതാ ഞെട്, പാത്രം ഞെട്. ഞെട്, ഞാൻ കഴിവാം. ഗ്ലാസ് എവിടെ? ഞാൻ കരുവാ. ഞാൻ കുടിച്ച പാത്രം എനിക്ക് കരുവാ അറിയാം.
നീ കഴിവണ്ട. എന്റെ പാത്രമൊക്കെ കഴിവാ എനിക്കറിയാം. പിന്നെ കൊണ്ടുപോയി കഴിയും പോയി. കൊച്ചു വരാറായി, ഞാനും പോണു, ജോലി കിടക്കട്ടെ. അപ്പം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ പറ. ലൈക്ക് ഷെയർ ചെയ്യണം. എന്റെ പെണ്ണ് വെച്ച പായസം ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചു. എന്റെ പെണ്ണ് വെച്ച പായസം ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ പറ. ഇഷ്ടപ്പെട്ട പറയണം.